പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ രണ്ട് നിയോണുകളാണ്. ഒറ്റ കാഴ്ചയിൽ ഇത് തമ്മിൽ കാണുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നത്തില്ലെങ്കിലും ഇതിൽ ഒരെണ്ണം RGB നിയോണും ഒരെണ്ണം പിക്സൽ നിയോണുമാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യിച്ച് കാണുമ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ഏത് നിയോൺ നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ പിക്സൽ നിയോൺ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് SP621E എന്ന് പറയുന്ന ഈ ഒരു കൺട്രോളറാണ്. ഇത് ബ്ലൂടൂത്തിൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ എൻഡിൽ നമുക്ക് നിയോൺ കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു കൺട്രോളറാണ് SP623E. ഈ ഒരു കൺട്രോളറും ബ്ലൂടൂത്ത് കൺട്രോളർ തന്നെയാണ്. ഇതിൻ്റെ ഈ എൻഡിൽ 12 വോൾട്ട് DC സപ്ലൈ കൊടുക്കണം. ഇവിടേക്ക് നമ്മൾ ആ ഒരു RGB നിയോൺ കൊടുക്കണം. RGB നിയോൺ വർക്ക് ചെയ്യുന്നത് ഈ ഒരു കൺട്രോളർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ RGB നിയോൺ ഉപയോഗിക്കുന്നവർ കൂടെ വാങ്ങേണ്ടുന്ന കൺട്രോളർ SP623E പിക്സൽ നിയോൺ വാങ്ങിക്കുന്നവർ വാങ്ങിക്കേണ്ട കൺട്രോളർ SP621E ഇതിനകത്ത് ഏതാണ് RGB നിയോൺ ഏതാണ് പിക്സൽ നിയോൺ എന്ന് നമുക്ക് കത്തുമ്പോഴാണ് മനസ്സിലാവുക. ഇത് കട്ടിംഗ് ലെങ്ത് ഒക്കെ തന്നെ സെയിം ആണ്. 1 ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തടുത്ത് തന്നെ കട്ടിംഗ് ഗ്യാപ്പ് ഉണ്ട്. ഇത് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ആർട്ട് വർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവൻറ്റ് വർക്കുകൾക്ക് ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിയോണുകളാണ്. ഇപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള നിയോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കൊല്ലം കുണ്ട്രയുള്ള LED സെൻറ്റർ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഓൺലൈനായിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാനായിട്ട് പറ്റുന്നതാണ്. ഇവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് വീട്ടിലെത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ അടുത്തുള്ള കൊറിയർ ഓഫീസിൽ നിങ്ങൾക്ക് പോയിട്ട് ഇത് വാങ്ങിക്കാവുന്നതാണ്. ജസ്റ്റ് ഇത് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലിലൊരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ആ ഒരു വീഡിയോയിൽ RGB സ്ട്രിപ്പും പിക്സൽ സ്ട്രിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു എൻഡിൽ നമുക്ക് 4 പിന്നുകൾ കാണാനായിട്ട് പറ്റും. ഇതിനകത്തൊരു ആരോ മാർക്കും ഉണ്ട്. ആ ആരോ മാർക്ക് ഇതിനകത്തുള്ള പ്ലസ്സിൽ വരുന്ന രീതിയിൽ വേണം ഇത് ഇൻസേർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് RGBയുടെ നിയോൺ നമുക്ക് വർക്കാവും. അതുപോലെ തന്നെ ഈ ഒരു കണക്ടർ വന്നിട്ട് ഈ ഒരു കണക്ടറുമായിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിക്സൽ നിയോൺ വർക്കാവും. അപ്പോൾ പിക്സൽ നിയോണിനകത്ത് ഇടയിൽ വെച്ച് കട്ട് ചെയ്താലും 3 വയർ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള കൺട്രോളറിൽ കൊടുത്ത് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. കണക്ടർ മേടിച്ചിട്ട് അപ്പോൾ സോൾഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 4 പോയിൻ്റാണ് വരുന്നത്. 4 പോയിൻ്റിൽ നിന്ന് നമുക്ക് വയർ സോൾഡർ ചെയ്ത് എടുത്ത് കൺട്രോളറിൽ കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് കൺട്രോളറിനകത്തേക്ക് വരുന്ന ഈ ഇവിടെ ഒരു 4ൻ്റെ പിന്ന് വരും. ആ പിന്ന് മേടിച്ച് കണക്ട് ചെയ്താലാണ് അതിനകത്തേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്കിത് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് 12 വോൾട്ട് സപ്ലൈയിൽ കൊടുത്ത് വർക്ക് ചെയ്യിച്ച് കാണാം. ഈ കാണുന്നതിൽ ഇതാണ് RGB നിയോൺ വരുന്നത്. RGB നിയോണിന് ഫുൾ ലെങ്ത് 5 മീറ്ററിൽ മൊത്തത്തിലായിരിക്കും കളർ ചേഞ്ച് വരുന്നത്. ഫ്ലാഷിങ് എഫക്റ്റ്, ഫെയ്ഡിങ് എഫക്റ്റ്, ഫ്ലിക്കറിങ് എഫക്റ്റ്, അങ്ങനെയുള്ള പല എഫക്റ്റുകളും വരും ഇതിനകത്ത്. ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൻ്റെ സ്പീഡ്, കളറ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം പിക്സൽ നിയോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റണ്ണിങ് എഫക്റ്റാണ് കിട്ടുക. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് പല നിറത്തിൽ ഇങ്ങനെ മാറി മാറി എഫക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് 142 എഫക്റ്റുകൾ വരും. അത് ഈ കൺട്രോളറിൻ്റെതിനകത്താണ് വരിക. ഇതിനകത്ത് 142 എഫക്റ്റുകൾ മാറി മാറി വരും. രണ്ടിനെയും നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കത്തിച്ച് നിർത്താനായിട്ടും പറ്റും. ഇതിനകത്ത് പക്ഷേ മൊത്തത്തിൽ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് റണ്ണിങ് എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ് വ്യത്യാസമായിട്ടുള്ളത്. ഇതിനകത്ത് 4 വയറുള്ളപ്പോൾ ഇതിനകത്ത് 3 വയറിൻ്റെ കണക്ഷനാണ് ഉള്ളതെന്നുള്ളതാണ്. പിക്സൽ LEDക്കായാലും RGB കൺട്രോളറിനായാലും ഈ കാണിച്ചത് കൂടാതെ തന്നെ വേറെയും തരത്തിലുള്ള കൺട്രോളറുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിക്സൽ മ്യൂസിക്കിനനുസരിച്ചിട്ടൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും അതിന് സപ്പോർട്ടാവുന്നത് ഈ കാണുന്ന പിക്സൽ LED സ്ട്രിപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനലും വീഡിയോയും ഒക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ചാനൽ ഇത് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഓക്കെ.